നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. 8 നോമ്പ് പെരുന്നാളിൻ്റെ ഭാഗമായി മണർകാട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ ചരിത്രപ്രസിദ്ധമായ റാസ നടന്നു. പതിനായിരക്കണക്കിന് വിശ്വാസികൾ മുത്തുകുടകളുമായി പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയുമായി റാസയിൽ പങ്കെടുത്തു. ഉച്ച നമസ്കാരത്തിന് ശേഷം 12 മണിയോടെയാണ് റാസ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചത്. മുത്തുകുടകളും വെള്ളിക്കുരിശുകളുമേന്തി വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കുചേർന്നു. വാദ്യമേളങ്ങളും അകമ്പടിയായി. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുള്ള വഴിപാടായിട്ടാണ് മുത്തുകുടകളുമായി റാസയിൽ പങ്കെടുക്കുന്നത്. നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും തീർത്ഥാടകർ നോമ്പാചരണത്തിൽ പങ്കെടുക്കുവാൻ ഒഴുകിയെത്തി. ഹിമാചലിലുണ്ടായ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും കുടുങ്ങിപ്പോയ മലയാളി സഞ്ചാരികൾ കേരളത്തിൽ തിരിച്ചെത്തി. ഷിംലയിലേക്കുള്ള യാത്രാമധ്യേ കൽപ്പയിൽ കുടുങ്ങിയ 25-അംഗ സംഘത്തിലുണ്ടായിരുന്ന 18 മലയാളികളാണ് തിരുവോണനാളിൽ തിരിച്ചെത്തിയത്. സ്പിറ്റിയിൽ നിന്നും ഷിംലയിലേക്ക് യാത്ര തിരിച്ച സംഘം കനത്ത മഴയിൽ ഒറ്റപ്പെട്ടു പോകുകയായിരുന്നു. ഇതോടെ സംഘത്തിലുണ്ടായിരുന്ന വരദ എന്ന പെൺകുട്ടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ബന്ധപ്പെടുകയായിരുന്നു. ഷോൺ ഇക്കാര്യം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഉടൻ തന്നെ കേന്ദ്രമന്ത്രി അമിത് ഷായെ ബന്ധപ്പെട്ടു. പിന്നീട് അമിത് ഷാ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗിനെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും സഹകരണങ്ങളും ഉറപ്പുവരുത്തുകയായിരുന്നു. സ്റ്റക്കായി കടന്നപ്പോൾ അമ്മ വഴി ഷോൺ ജോർജ് സാറിന് പരിചയപ്പെട്ടു.
ആൾ ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ സാറിന് മെസ്സേജ് അയച്ചിട്ട് ആളാണ് ഇത്രയും ഗവൺമെൻറ് ഫെസിലിറ്റീസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സഹായിച്ചത്. ഹിമാചൽ ഗവൺമെൻറ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അമിത്ഷാ ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സപ്പോർട്ട്, അങ്ങനെയാണ് ഗവൺമെൻറ് എല്ലാവരും അറിയുന്നതും ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. എല്ലാം സൗകര്യം, താമസവും ഫുഡും എല്ലാം അവർ തന്നെയാണ് ഒരുക്കി തന്നത്. എല്ലാ ഫെസിലിറ്റീസും, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം ഒരുക്കി തന്നിരുന്നു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ ഇത്രയും പെട്ടെന്ന് തന്നെ എത്താൻ സഹായിച്ചത്. ഞങ്ങൾ 25 പേരുണ്ടായിരുന്നു. 18 പേര് മലയാളികളായിരുന്നു. ബാക്കിയുള്ളവർ പകുതി പേര് ട്രെക്കിംഗ് ആ വഴി പോയി. ചിലവർ ട്രെയിനാണ് ചൂസ് ചെയ്തത്. ചിലർ ഓൾറെഡി നാട്ടിലെത്തി. ചിലവർ ഓൺ ദ വേ ആണ്, വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇത്രയും 4 പേരാണുള്ളത്. നമ്മൾ ഭയങ്കര സ്റ്റക്കായിരുന്നു. മഴ കാരണം തുടരെ ലാൻഡ് സ്ലൈഡ്സ് ആയിരുന്നു. നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലാൻഡ് സ്ലൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയപ്പോൾ ആണ് നമുക്കിങ്ങനെ പുറത്തേക്ക് കിടക്കാനായിട്ട് സാധിച്ചത്. അതെ. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം നികത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹൈറേഞ്ച് പാതയുടെ തുടക്കമായ മുണ്ടക്കയം 35-ാം മൈൽ മുതൽ സുരക്ഷാ വീഴ്ചകളുടെ നേർക്കാഴ്ചകൾ പ്രകടമാണ്. 35-ാം മൈലിൽ നിന്നും പാലൂർക്കാവ് റോഡിലേക്ക് തിരിയുന്ന സ്ഥലത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായി താഴത്തെ റോഡിലേക്ക് തിരിഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. മുകളിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും റോഡിലേക്ക് കാടുകൾ വളർന്നു കിടക്കുന്നു. മരുന്നുമൂട്ടിൽ പഴയ ലൈറ്റുകൾക്ക് പകരം സ്ഥാപിച്ച പുതിയ സിഗ്നൽ ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട്. ദിശാബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും പലതും നശിച്ച നിലയിലും കാടുകൾ കയറിയ നിലയിലുമാണ്. ഏറെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ചാമപ്പാറ വളവിലെ അപകട സുരക്ഷാ മുന്നറിയിപ്പ് ചുവപ്പ് വെളിച്ചം തെളിഞ്ഞിട്ട് നാളുകളായി. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാതയിൽ ചുഴുപ്പിനും മുണ്ടക്കയത്തിനും ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുവാനായി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ദൃശ്യന്യൂസ് മുണ്ടക്കയം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക 2025 സെപ്റ്റംബർ 2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് തീരുമാനിക്കുകയാണെങ്കിൽ ആ വിവരം കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നതാണെന്നും വകുപ്പ് അറിയിച്ചു. നെഹ്റു ട്രോഫി നേടിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിക്കും വിയ്യപുരം ചുണ്ടനും ക്യാപ്റ്റൻ ബിഫി വർഗീസിനും ചങ്ങനാശ്ശേരി നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. തുറന്ന വാഹനത്തിൽ നെഹ്റു ട്രോഫിയുമായി നഗരത്തിലൂടെ വിക്ടറി പരേഡും നടത്തി. മധുമൂലയിൽ നിന്നാരംഭിച്ച പരേഡ് വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സർഗക്ഷേത്രയിൽ സമാപിച്ചു. സെൻറ് മേരീസ് മെത്രാപ്പൊലിറ്റൻ പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് വികാരി ഫാദർ ജോസഫ് വാണിയപ്പുറയ്ക്കൽ, ഫാദർ ജോസഫ് കുറുശ്ശേരി, കൈക്കാരന്മാരായ കുര്യാച്ചൻ ഒളശ്ശയിൽ, ചാൾസ് പാലത്തറ, MJ ജോസഫ്, ഫൊറോന കൗൺസിൽ സെക്രട്ടറി സൈബി അക്കര, മുൻ ചെയർപേഴ്സൺ ബീന ജോബി തുമ്പുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻ്റണി എത്തക്കാട് സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി ക്ലബ്ബും ചങ്ങനാശ്ശേരി പൗരാവലിയും സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. വിക്ടറി പരേഡിൽ തുഴച്ചിൽക്കാരും അണിനിരന്നു. ഓണത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട മോനു വർഗീസ് മാമനെയും ജില്ലയിലെ മികച്ച വാഴ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട രതീഷ് രാഘവനെയും പഞ്ചായത്തിലെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോപിനാഥൻ കൊല്ലക്കൊമ്പിലിനെയും ഭവനത്തിലെത്തി ആദരിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ PP സജീവ് ഷാൾ അണിയിക്കുകയും മെമൻറ്റോ നൽകുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി ET നടരാജൻ, കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ഷാബു VC, യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ അനന്തു സജീവൻ,
BJP മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈബി തോമസ്, മണ്ഡലം സെക്രട്ടറി സജീവ് സി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജി മലയിൽ, വൈസ് പ്രസിഡന്റ് അശോകൻ CD, ഹരിദാസ് D, രാജേഷ് K മരങ്ങാട്ട്, സുധീഷ് കുമാർ S, ജോർജ് D പുളിക്കൽ എന്നിവർ അവാർഡ് ജേതാക്കളെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. തലയോലപ്പറമ്പ് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. വൈക്കം BRCയുടെ കീഴിൽ വരുന്ന 25 ഹോം ബേസ്ഡ് കുട്ടികൾക്കാണ് കിറ്റുകൾ നൽകിയത്. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വിൻസെൻറ്റിൻ്റെ അധ്യക്ഷതയിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് റജി അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം കോർഡിനേറ്റർ സുജ വാസുദേവൻ, ജോസ് വെലിക്കകം, അനിൽ ചെള്ളാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കുട്ടിക്ക് 2500 രൂപ എല്ലാ മാസവും സാമ്പത്തിക ധനസഹായം റോട്ടേറിയൻ VP ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് ഉൾപ്പെടെ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ചേർന്ന് 41ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത 25 കുട്ടികൾ, നിർദ്ധരായ കുട്ടികൾ, സാമ്പത്തികമായി തീരെ മുന്നോക്കം പോകുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്ന് അവിടെ ആദരിക്കുകയാണ്. 1999 ഈ തൊഴിലുറപ്പിലെ സ്ഥാപനം ആരംഭിക്കുകയും 31 വർഷമായി ഈ സ്ഥാപനം ഇന്നിവിടെ പിന്തുടരുകയും ചെയ്യുന്നു. കുട്ടികളൊപ്പം കുട്ടിയുടെ കൈകോർത്ത് കുട്ടിയുടെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് നല്ല രീതിക്ക് പോകുന്ന സംരംഭം 100 പേര് ഫലപ്പെടും. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. തലയോലപ്പറമ്പ് കിഴക്കേപ്പുറം പെരുമ്പളിൽ എബ്രാഹിമിൻ്റെ ഭാര്യ സ്മിത ആൻ്റണിയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. പനി ബാധിച്ച് ഇവർ ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണ ഇവരെ ഉടൻ തന്നെ മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടുത്തുരുത്തിയുടെ അഭിമാനകരമായ ചരിത്രം വടക്കൻകൂർ ഉണ്ണിനീലി സന്ദേശത്തിൽ അനുസ്മരിക്കുന്ന പുതിയ തലമുറയ്ക്ക് അറിവിൻ്റെ ഗ്രന്ഥം തുറന്നു കൊടുക്കുന്നതിനുള്ള ചരിത്ര ഗ്രന്ഥം രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ശില്പശാല ഡിസംബറിൽ സംഘടിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കടുത്തുരുത്തി കടന്തേരി കവിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കടന്തേരി കവിതാ മാസിക ഓണപ്പതിപ്പ് പ്രകാശനം കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടമ്പേരി കവിതാ സമാജം പ്രസിഡന്റ് KS സോമശേഖരൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാഹിത്യകാരി രജനി പാലപ്പറമ്പിൽ, സെക്രട്ടറി ബാബുരാജ് വട്ടക്കാട്ടിൽ, നോവലിസ്റ്റ് ചെറുകഥാകൃത്തുമായ PN പ്രദീപ് കുമാർ, KK രാജൻ, രക്ഷാധികാരി KR സുശീലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആശംസയുടെ രൂപത്തിലാണെങ്കിൽ പോലും കടന്തേരി ഓണപ്പതിപ്പിൽ ഒരു പങ്കാളിയാകുവാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ പരിശ്രമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു. കടന്തേരി ഓണപ്പതിപ്പ് കടുത്തുരുത്തിയുടെ അഭിമാനമായ രജനിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി ഞാൻ ഔദ്യോഗികമായി ഇവിടെ അറിയിക്കട്ടെ. ഇത് ഒരു തുടർച്ചയായുള്ള വിവിധ കവിതാ സമാഹാരങ്ങളുടെ സൃഷ്ടിയിലേക്ക് നമ്മെ നയിക്കട്ടെ. അതിന് ഒരു നല്ല തുടക്കമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയും ഭാവുകങ്ങൾ നേരുകയുമാണ്. വടക്കൻകൂർ രാജവംശത്തിന്റെ തലസ്ഥാനമായി കുറെ കാലം കടുത്തുരുത്തി നിലനിന്നിരുന്നു. അപ്പോൾ ചരിത്രപരമായി കടന്തേരിയിൽ നിന്ന് ഇവിടെ നമുക്ക് ആ ഒരു പശ്ചാത്തലങ്ങളെല്ലാം ഉണർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചരിത്ര സെമിനാർ എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ് ലെവൽ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബഹുമാനായ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഗവർണറുടെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്ത ആളുകൾ ഒരുപാട് ജനക്കൂട്ടത്തെ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും കൂടെ പങ്കെടുപ്പിക്കാൻ പറ്റാതെ വന്നു. ലിമിറ്റ് ചെയ്ത് നടത്തേണ്ടി വന്നു. പക്ഷെ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ വന്നു. അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരു ചരിത്ര രംഗത്ത് ഈ വിഷയങ്ങൾ നന്നായി പഠിക്കുന്നയാളാണ്. അദ്ദേഹത്തെ നമ്മളിവിടെ കൊണ്ടുവന്നു. മണിക്കൂറുകൾ നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു അത്ഭുതമായിരുന്നു. അറിവിന്റെ ഒരു വലിയ ഒരു തുറവിയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഒഴുകുകയാണ്. പിന്നെ ജസ്റ്റിസ് റീം ജോസഫ് സാറ് ഒരുപാട് പ്രഗത്ഭരായ ആളുകളെല്ലാം അതിൽ പങ്കെടുത്തതിന് ഓർക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ തുടർന്ന് നമുക്കില്ലാത്ത ഒത്തിരി അറിവുകൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഈ കടന്തേരി ഇവിടെ ഒരു തുറമുഖമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ഒരു തുറമുഖമായിരുന്നു. ആ തുറമുഖത്തിന്റെ ഭാഗമായി വ്യാപാര കേന്ദ്രത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു. സാംസ്കാരികമായ വലിയ ഔന്നത്യം പുലർത്തിയിരുന്ന സാഹിത്യത്തിൽ ഉണ്ണിനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തകളിലുള്ള കുറെ കാര്യങ്ങളാണ്. അത് അപ്പൊ ഇങ്ങനെ ഹൃദ്യമായ ഒരുപാട് കാര്യങ്ങൾ, അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ച കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രതിപക്ഷ മുന്നണിയുടെ തരംതാണ പ്രസ്താവനകളെ അപലപിച്ചുകൊണ്ടും BJP ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ചു. അജി മലയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജേഷ് K മരങ്ങാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രശാന്ത്
VS അജിത് കല്ലിങ്കൽ, സുധീഷ് കുമാർ S, രാമൻകുട്ടി PM, ഗോപിനാഥ് കൊല്ലക്കൊമ്പിൽ, അശോകൻ CD എന്നിവർ ആശംസയർപ്പിച്ചു. രവീന്ദ്രൻ ശില്പശാല, തങ്കപ്പാചാര്യ, വർഗീസ് പുളിക്കൽ, ഷാജി കുട്ടൻ, വിശംബരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നമുക്കറിയാം, മഹാരഥന്മാരായ ആളുകൾ ഇരുന്ന കസേരയാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയും, നമുക്കറിയാം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് BJPയുടെ പ്രധാനമന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ അത് BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ തലവെട്ടുക, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അമ്മയുടെ അപമാനിക്കുക, ഇതൊക്കെ വളരെ വലിയ ഒരു സംഭവമാണെന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിക്രിയകൾ കൂടി ചില വിക്രിയകളുടെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുഖ്യപ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം നൽകിയ, ഇന്ന് ഗർഭചിത്രത്തിനും പെൺവാണിഭത്തിനും ഉൾപ്പെടെയുള്ള പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പാലക്കാട് MLA, SDPIയുടെ പിന്തുണയോട് ജയിച്ചിട്ടുള്ള ഈ പാലക്കാട് MLA കാണിച്ച നേതൃത്വത്തിൽ തന്നെ നടന്ന യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സംഭവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം, ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രധാനമന്ത്രിയുടെ പിറന്നാളിന് ചാണകപ്പായസം വെച്ച് നാട്ടുകാർക്ക് കൊടുത്ത ആൾക്കാരാണ് ഇവർ. ഇവരാണ് ജനാധിപത്യത്തെപ്പറ്റിയും മതേതരത്വത്തെപ്പറ്റിയും വാചാലരായിട്ട് സംസാരിക്കുന്നത്. വിശുദ്ധ മദർ തെരേസ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നുവെന്ന് ഫ്രാൻസിസ് ജോർജ് MP. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മദർ തെരേസയുടെ 28ാം ചരമവാർഷികാചരണം ചങ്ങനാശ്ശേരി അതിരൂപത മാർത്തോമ വിദ്യാനികേതൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തുമ്മുകൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം അനുഗ്രഹ പ്രഭാഷണവും VJ ലാലി മുഖ്യപ്രഭാഷണവും നടത്തി. ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരുകുളങ്ങര, അതിരൂപത സെക്രട്ടറി സൈബി അക്കര, അതിരൂപത വൈസ് പ്രസിഡന്റ് CT തോമസ് കാച്ചാങ്കോടം, KS ആന്റണി കരിമറ്റം, ജനറൽ കൺവീനർ ബേബിച്ചൻ പുത്തമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ചെറുകാട്, ട്രഷറർ KP മാത്യു എന്നിവർ പ്രസംഗിച്ചു. വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വലിയ ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. ആ മാതൃക പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് ഒരുപക്ഷെ അത് സാധ്യമായി എന്ന് വരുമ്പോൾ എനിക്ക് സംസാരിക്കില്ല. അത്രയും ഒരു ലാളിത്യത്തോട് കൂടി ജീവിക്കാം. മദറിന് വേണമെങ്കിൽ എന്ത് സൗകര്യമാകാമായിരുന്നു. കോടിക്കണക്കിന് രൂപ സംഭാവനയായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മദറിന് അവിടെ എത്തുമായിരുന്നു. പക്ഷെ ആ ഒരു ജീവിത രീതി ശൈലി, അതാണ് മദർ പക്ഷേ ഇത്രയുമൊക്കെ സൗകര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കാമെന്ന് അതൊന്നും ആഗ്രഹിക്കാറ്. ആ ഒരു ചെറിയ ഒരു ജയിൽമുറി പോലുള്ള ഒരു മുറി ഒതുങ്ങിക്കൂടി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്ര ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ, ഉദാത്തമായ, ഉത്തമമായ മാതൃക. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.